ഓക്കെ. ക്രിസ്മസ് ഒക്കെ ആയി. ക്രിസ്മസിന് ഇപ്പോൾ മെയിനായിട്ട് മലയാളത്തിൽ നിന്ന് നമ്മൾ മലയാളത്തിലുള്ള സംഭവം തന്നെയാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുക കൂടുതലായിട്ട്. അല്ലാതെ വേറെ സിനിമകൾ വരുന്നുണ്ട്, വിടുതലയുണ്ട്, അങ്ങനെ അതർ ലാംഗ്വേജസ് ഇങ്ങനെ ഉണ്ട്. നല്ലതാണെങ്കിൽ നമ്മൾ കാണുക തന്നെ ചെയ്യും. പക്ഷേ മലയാളത്തിൽ നമുക്ക് ഫെസ്റ്റിവൽ റിലീസ് ആയിട്ട് ഇപ്പോൾ 4 സിനിമകളുണ്ട് ക്രിസ്മസിന്. അതിൽ മെയിനായിട്ട് അതായത് കൂടുതൽ ടോക്സും പോയിട്ടുള്ളത്, കൂടുതൽ ആൾക്കാർ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള മെൻഷൻ ആയിട്ടുള്ള സിനിമകളൊക്കെ കാസ്റ്റും ക്രൂവിനെയൊക്കെ കണ്ടിട്ടാണെങ്കിൽ റൈഫിൾ ക്ലബ് ഒരു നോട്ടബിൾ സ്പേസിലുള്ള ഒരു സിനിമയാണ്. അതിലുള്ള റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അതിലുള്ള കംപ്ലീറ്റ് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരു ആൻറ്റിസിപ്പേഷൻ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്പേസിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിസിപ്പേഷൻ ഒരുപാടുണ്ട്. എക്സ്ട്രാ ഡീസന്റ് സുരാജിന്റെ, പിന്നെ മാർക്കോയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അത്യാവശ്യം ഈ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ആൾക്കാരുള്ളത് മാർക്കൊക്കെ തന്നെയാണ്. അത് ആ ട്രെയിലർ ആണെങ്കിലും, ട്രെയിലർ വന്നിട്ടില്ല, ടീസർ ആണെങ്കിലും, പിന്നെ അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സോങ് ആണെങ്കിലും, അതിന് കോൺട്രവേഴ്സി ആണെങ്കിലും മാർക്കോ ലൈവാണ്. മാർക്കോ കുറെ പേര് കാണാൻ വേണ്ടിയിട്ട് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെയുള്ളത് എക്സ്ട്രാ ഡീസന്റ് ആണ്. എക്സ്ട്രാ ഡീസന്റിന്റെ ട്രെയിലർ വന്നതോടുകൂടിയാണ് അതിനൊരു ഗെയിം ചേഞ്ചിങ് സ്പേസിൽ എത്തിയത്. അതായത് കോമഡിയാണ്, ചിരിക്കാനുള്ള സ്പേസിലുള്ള സിനിമ ഉണ്ടെന്ന് ആ ട്രെയിലറിലൂടെ ആൾക്കാർക്ക് മനസ്സിലായി. അതിനുശേഷം ഒരു കോമഡി സിനിമ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനും ആൻറ്റിസിപ്പേറ്റ് ആണ്. അത് തിയേറ്ററിൽ കാണുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ കൂട്ടത്തിലെ കൊമ്പൻ മാത്രം ആരും അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല, ആരും അങ്ങനെ മെൻഷൻ അടിക്കുന്നില്ല, ആർക്കും കാണേണ്ട ഒരു സ്പേസിലേക്ക് അത് പറഞ്ഞു കേൾക്കുന്നില്ല. ഏതാണ്? ബറോസിന്റെ കാര്യം തന്നെയാണ് പറയണത്. ബറോസിന്റെ കാര്യം തന്നെയാണ് പറയണത്. ബറോസ് അതുപോലത്തെ ഒരു സിനിമ വരുമ്പോ ഇത്രയും ബഡ്ജറ്റ് വരുന്ന, ഇത്രയും ആൻറ്റിസിപ്പേറ്ററി വർത്ത് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഒക്കെ പല ലാംഗ്വേജിലുള്ള ഹോളിവുഡ് ടെക്നീഷ്യൻസ് ഉണ്ട്, തമിഴിലുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് DOP എന്ന് പറയാവുന്ന ഇന്ത്യൻ സിനിമയിൽ തന്നെ ടോപ്പ് നോച്ച്, സത്യം നമ്പർ 1 വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്പർ 1 തന്നെ പറയും. സന്തോഷ് ശിവൻ വർക്ക് ചെയ്ത DOP വർക്ക് ചെയ്ത സിനിമയാണ്. എല്ലാ സ്പേസിലും പക്ക ഒരു ആൾക്കാരാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സിനിമ തന്നെയാണ് അത്. ട്രെയിലറൊക്കെ കണ്ടപ്പോ ഒരു 3D അത് നന്നാവുന്ന ഒരു ഫീലും ഉണ്ടായി. അത് ടോട്ടലി 3D ആണത്. ആ വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിലെ ആൾക്കാർക്ക് അതുപോലെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ സിനിമയെ പറ്റിയിട്ട് ആൾക്കാർ പറഞ്ഞു നടക്കുന്നില്ല. അങ്ങനെ ഒരു സിനിമ കാണണം എന്ന് ആൾക്കാർ മെൻഷൻ അടിക്കുന്നില്ല. അതായത് ക്രിസ്മസിലെ ഏറ്റവും ബിഗി, ഈ കൊല്ലത്തെ തന്നെ ഏറ്റവും ബിഗി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊല്ലത്തല്ല, മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സിനിമയല്ലേ. അതെ, അതായത് അവര് അതിലും ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലാന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതായത് മോഹൻലാൽ ഡയറക്ട് ചെയ്യാണ്, ഓൺ പ്രൊഡക്ഷൻ ആണ്, സോ കോൾഡ് ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ്. ആശീർവാദ് സിനിമാസ് മോഹൻലാലിന്റെ തന്നെ ആണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സ്പേസിൽ ആളൊന്നിലും കോംപ്രമൈസ് ചെയ്യാതെ ചെയ്തൊരു സിനിമയായിരിക്കാം. പക്ഷേ പലരും ഈ ഒരു സിനിമ തുടക്കത്തിൽ പ്രതീക്ഷ വെച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് വിട്ടുമാറാണ്ടായ മെയിൻ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജിജോ എന്ന് പറയുന്ന ടെക്നീഷ്യന്റെ, റൈറ്ററുടെ വിഡ്രോയിലാണ്. ആള് വന്നതോട് കൂടിയിട്ട് പടത്തിൽ നല്ല രീതിക്ക് ഒരു ആൾക്കാർ, അതായത് കാണാനുള്ള ഒരു സ്പേസിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ആള് പോയപ്പം എന്തുകൊണ്ട് ആള് പോയി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത്? വെറുതെ എന്താ പറയാ, ടോട്ടലി ആ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ജിജോ എന്ന് പറയുന്ന ആളുടെ വിഡ്രോ സംഭവം. അതിന് നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സിനിമയുടെ ഇന്റേണൽ ഇഷ്യൂസ് എന്ത് വേണമെങ്കിലും ഉണ്ടാവും. അതിപ്പോൾ ബേസിലായാലും ഞാനായാലും നമുക്കത് എന്താണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒരു തോട്ട് നമ്മുടെ പ്രസന്റ് ചെയ്യുന്നത്, ബേസിലിന്റെ തോട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് കറക്റ്റാണ്. പക്ഷേ എൻ്റെ ഒരു തോട്ട് വെച്ച് അത് ഒരു മേജർ ഇഷ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാറിനെ നമ്മുടെ മലയാള സിനിമ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ആ സൂപ്പർ സ്റ്റാർ സത്യം പറഞ്ഞാൽ മലയാള സിനിമയ്ക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് തരികയാണ് ബാറോസ് എന്ന സിനിമയിലൂടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പറഞ്ഞോളൂ. റിട്ടേൺ ഗിഫ്റ്റ് ഓക്കെ, നമ്മൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ
ഇല്ല. മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ കൂടിയിട്ട് മോഹൻലാൽ ഉണ്ടെങ്കിലാണ് അവിടെ ഒരു മമ്മൂട്ടിയുടെ പ്രസക്തി മെയിൻ ആയിട്ടുള്ളത്. അതെ ഞാൻ ഒരു മമ്മൂട്ടി ഫാൻ ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞാലും മോഹൻലാൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ രണ്ട് സൗത്ത് ഇല്ലെങ്കിൽ നോർത്ത് ഇല്ല അങ്ങനെ പറയണ പോലെ ഇതൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ നമുക്കൊക്കെ താല്പര്യമുണ്ട്, നമുക്കൊക്കെ നല്ല സിനിമ കാണാനുള്ള ആഗ്രഹമുണ്ട്. നല്ലൊരു സിനിമ മോഹൻലാലിൽ നല്ലൊരു സിനിമയിൽ ഉണ്ടാവാനുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ട് ഒന്ന് പുളകിതനാവാൻ രോമാഞ്ചം ഒരുപാട് നമ്മള് മോഹൻലാൽ പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് അവിടെ ഉള്ളപ്പം നമുക്കത് ഭയങ്കരമായിട്ട് പിന്നോട്ട് വലിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി മലയാളത്തിൽ ഓൾമോസ്റ്റ് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ, ഏറ്റവും മോസ്റ്റ്ലി ബിഗ് ബഡ്ജറ്റ് സിനിമ, ഏറ്റവും വലിയ സിനിമ, ഏറ്റവും മോഹൻലാൽ എന്നൊരു ലെജൻഡറി ആക്ടർ ഡയറക്ട് ചെയ്യുന്ന ഡെബ്യൂ സിനിമ, അങ്ങനെ ഒരു സിനിമ റിലീസ് ആവാൻ 7 ദിവസമുള്ളൂ. അങ്ങനെയുള്ള ഒരു വോമാണോ നമ്മൾ കാണുന്നത്? അതല്ല, അത് പിന്നെ വേറൊരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കാം. അതായത് മോഹൻലാലിന്റെ ഇതുവരെയുള്ള കുറെ സിനിമകൾ ഇങ്ങനെ വോമ് കാരണം ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ട്. അതായത് കാണുന്ന ആൾക്കാർ ഡിപ്രസ്ഡ്, ഒരു നിരാശയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതും ആവാം, അങ്ങനത്തെ ഒരു തോട്ടിൽ അവർ ചെന്നെത്തി കാണും. അങ്ങനെ ഒരു പ്രൊമോഷൻ നമുക്ക് കൊടുക്കണ്ടില്ല എന്നാലും എന്ന് പറയാം. പക്ഷെ സിനിമയിൽ ഒരുപാട് നമ്മള് നോട്ടബിൾ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ആ സിനിമ ഇവിടെ അല്ല പ്രോപ്പർലി ഇവിടുത്തെ ഒരു സിനിമയായിട്ടല്ല, അതൊരു ഇന്റർനാഷണൽ സിനിമ ആയിട്ട് വേണം കണക്കാക്കാൻ. അതെ, 80% ആൾക്കാർ അതിൽ പുറത്തു നിന്നാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ പാൻ ഇന്ത്യ വിട്ടിട്ട് നമ്മൾ ഇന്റർനാഷണലി നമ്മുടെ മലയാള സിനിമയെ എത്തിക്കുന്നു എന്നുള്ളൊരു ആസ്പെക്റ്റിലും കൂടെ ഈ സിനിമ ബാറോസ് നമ്മളെ കൊണ്ടുപോവുകയാണ്. പിന്നെ വിഷ്വൽ ഇമ്പാക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പ്രോപ്പർ പക്ക 3D വിഷ്വൽ ഇമ്പാക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് ഈ സിനിമയ്ക്ക്. അതല്ലാതെ തന്നെ ഇതിലെ കുറച്ച് മേജർ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു 19 വയസ്സുള്ള ഒരു യങ് ബോയ് ആണ്, ലിഡിയൻ എന്താണ് പേര്. പുള്ളി 16 ആയിരുന്നപ്പോഴത്തേക്കാണ് മ്യൂസിക് കമ്പോസിഷൻ ബാറോസിന്റെ പുള്ളിക്ക് കിട്ടിയത് 4 വർഷം മുന്നേ. 16 or 15. അതെ, നമ്മള് കളിച്ച് നടന്ന പ്രായത്തില് ആ കൊച്ച് ബാറോസിലെ 5 സോങ്സ്, ഇപ്പം നമ്മള് ഇസബല എന്ന് പറഞ്ഞ പാട്ട് ഇന്നലെ ഹിന്ദി വെർഷനും അതിന് കുറച്ച് ദിവസം മുന്നേ ഇംഗ്ലീഷ് വെർഷൻ മലയാളം വെർഷന് റിലീസ് ആയതേ ഉള്ളൂ. ആ കമ്പോസിഷൻ മുഴുവൻ ആ ഒരു യങ് ടാലന്റഡ് ബോയുടെയാണ്. അതല്ലാതെ ഫോറിനിൽ നിന്ന് ഒരു BGM കമ്പോസർ മാർക്ക് കിലിയൻ എന്ന് പറഞ്ഞ വെരി ഫേമസ് BGM കമ്പോസറാണ് BGMs എല്ലാം കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അത് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ വിഷ്വലി ആൻഡ് ഒരു മ്യൂസിക്കലി നമുക്ക് ഈ മൂവി എന്തായാലും എൻജോയ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്ച്വലി എൻജോയ് ചെയ്യുന്ന തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതൊരു നല്ല സിനിമയാണ്, ഉറപ്പായിട്ടും തിയേറ്ററിൽ ഒരു റെക്കോർഡ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സിനിമ വരുന്ന ഒരു സ്പേസ് ഇങ്ങനെ ആവരുത്. അതായത് എല്ലാവരും ഇത്ര വലിയ മലയാളത്തിന്റെ വേണമെങ്കിൽ അഭിമാനം ആവാൻ ചാൻസ് ഉള്ള ഒരു സ്പേസിലുള്ള ഒരു സിനിമയാണ്. അത്ര ഒരു റിച്ച്നെസ് ഉള്ള സിനിമയാണ് എല്ലാ രീതിക്കും. അപ്പം ഇതിനെ പറ്റിയിട്ട് ആൾക്കാർ എന്താ സംസാരിക്കാത്ത, അത് സംസാരിക്കുക, വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ഇത് അതായത് ഇതിൽ വർക്ക് ചെയ്തത് ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ജിജോ വിഡ്രോ ആയതുപോലെ പൃഥ്വിരാജ് പല കാരണങ്ങളാൽ വിഡ്രോ ആയി. നമുക്ക് അങ്ങനെ ഒരു ആസ്പെക്റ്റ് ആയിട്ട് അതിനെ കണക്ക് കൂട്ടുന്നതിനേക്കാളും നമുക്കൊരു പോസിറ്റീവ് സൈഡ്, നമുക്ക് ചിലപ്പം റിലീസിന്റെ ഫസ്റ്റ് ഡേ നമുക്ക് കിട്ടുന്ന ഒരു റിവ്യൂ അനുസരിച്ച് നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. കാരണം അവര് ട്രെയിലേഴ്സിലും ടീസേഴ്സിലും പ്രസന്റ് ചെയ്ത ഒരു രീതി വെച്ച് നമുക്ക് അതിൽ വലുതായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊരു ഡൗൺഫോൾ അവർ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. ശരിയാണ്, പ്രൊമോഷൻ വൈസ് സിനിമകൾ, ജനറൽ സിനിമകളുടെ പ്രൊമോഷൻ വൈസ് ആ സിനിമയ്ക്ക് അത്ര പ്രൊമോഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ കൂടെ അവർ അതിൽ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ നമുക്കറിയില്ല. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് അത്രയും വിഷ്വലി ഇമ്പാക്ട്ഫുൾ ആയ ഒരു സിനിമ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ അത്രയും അവർ കോൺഫിഡന്റ് ആയിരിക്കും. അത് ഓവർ കോൺഫിഡൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എല്ലാം ഫാക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അതായത് ക്രിസ്മസിന് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ബാക്കിയുള്ള 3 സിനിമകളെക്കാളും എന്തുകൊണ്ടും വലിയ സിനിമയാണ്, എന്തുകൊണ്ടും അറ്റൻഷൻ അർഹിക്കുന്ന സിനിമയാണ്. അപ്പം ഫാൻസ് ആരെങ്കിലും അതൊന്ന് ഓർത്താൽ കൊള്ളാവുന്നുണ്ട്. അതെ, എല്ലാവരും ബറോസ് കലക്കില്ല, സീരിയസ്ലി താല്പര്യമുണ്ട്. നല്ല സിനിമയായിരിക്കും അത്. 3Dയിൽ ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടുമായിരിക്കും, കിട്ടണം, അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ
അങ്ങനെ കിട്ടും, കിട്ടും കിട്ടും. പോയി നമുക്ക് നോക്കാലോ. നമുക്ക് പോയി കാണാമല്ലോ, നമ്മള് കാണുമല്ലോ അല്ലേ, നമ്മള് കാണും, നമ്മള് തിയേറ്ററിൽ തന്നെ പടം കാണും. പക്ഷെ അങ്ങനെ തിയേറ്ററിൽ ഉറപ്പായിട്ടും മോഹൻലാലിന്റെ സിനിമ എന്നാൽ ഒരു മനുഷ്യൻ അറിയാണ്ടിരിക്കൂല, ആ പടം എന്തായാലും ഇനിഷ്യൽ ഉണ്ടാവും. പക്ഷെ ഒരു വോമുണ്ടല്ലോ, ഒരു എക്സ്പെക്ടേഷൻ കാരണം നമുക്ക് കാണാൻ തോന്നിക്കുന്ന ഒരു ത്വര, ആ ത്വര ഇതുവരെ ക്രൂവിന് വരുത്താനായിട്ടില്ല. ആ ത്വര പടത്തിന് പോസിറ്റീവായിട്ട് ഉപകരിക്കും ഉറപ്പാണ്. അതാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതായത് വീട്ടുകാർക്കാണെങ്കിൽ ഇങ്ങനെ സംഭവം പബ്ലിസിറ്റിയിൽ കയറും. രണ്ടാമത് പക്ഷെ നമ്മളിങ്ങനെ ഒരു മൂവി സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന, മൂവി സീരിയസ് ആയിട്ട് കാണുന്ന ആളെന്നൊരു പെർസ്പെക്റ്റീവില് എനിക്ക് പേഴ്സണലി തിയേറ്ററിലോട്ട് കയറുമ്പോൾ ഒരു ചങ്കിടിപ്പ്, ഒരു സംഭവങ്ങളൊക്കെ വരും. ആ പടത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ, റിലീസ് ആയിരുന്നതിന് മുന്നേ ഒക്കെ ഓർക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു നാളെ പടം കാണണം, നാളെ അങ്ങനത്തെ ഒരു പടമാണ്, ഇതിനങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ട്. ഇത് ഫാൻസ് പോലും അതെ ബറോസിനെ അങ്ങനെ കണ്ടിട്ടില്ല. വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ എന്തായാലും സിനിമ തിയേറ്ററുകളിൽ പൊളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് കണ്ടറിയാം, കേട്ടറിയാം. ഞാൻ എന്തായാലും തിയേറ്ററിൽ കാണാം, വേറെ കാര്യം. ഞാനിപ്പോൾ സിനിമ